നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. റാഖ്, അൽ ജസീറ, അൽ ഹംറ മേഖലയിൽ തുടങ്ങി യാനസ് മലനിര വരെ തമ്പടിച്ച ജനസഞ്ചയത്തെ സാക്ഷി നിർത്തി ഇരട്ട ഗിന്നസ് നേട്ട കരിമരുന്ന് പ്രകടനത്തോടെ റാസൽ ഖൈമ പുതുവർഷത്തെ വരവേറ്റു. 2018 പുതുവർഷ രാവിൽ ജപ്പാന്റെ റെക്കോർഡ് തകർത്ത കരിമരുന്ന് പ്രകടനത്തിൽ ലോക റെക്കോർഡിട്ടിരിക്കുകയാണ് റാസൽ ഖൈമ. തുടർച്ചയായ 5ാം വർഷമാണ് ഈ റെക്കോർഡ് എത്തുന്നത്. 8 മിനിറ്റ് ദൈർഘ്യമേറിയ വെടിക്കെട്ടിൽ 5.8 കിലോമീറ്റർ നീളമുള്ള അക്വാറ്റിക് ഫ്ലോട്ടിംഗ് പടക്കങ്ങളുടെ ഏറ്റവും ദൈർഘ്യമേറിയ ശൃംഖലയും 2 കിലോമീറ്റർ നീളമുള്ള ദൈർഘ്യമേറിയ നേർരേഖാ ഡ്രോണുകളുടെ പ്രദർശനവുമാണ് റാസൽ ഖൈമയ്ക്ക് ഇരട്ട ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയത്. പുതുവർഷ പിറവി ആഘോഷിച്ച് അജ്മാനിലും വർണ്ണാഭമായ കരിമരുന്ന് പ്രയോഗം അരങ്ങേറി. അജ്മാൻ വിനോദസഞ്ചാര വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ എമിറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഘോഷങ്ങൾ അരങ്ങേറി. അജ്മാൻ കോർണിഷ്, അൽത്തല്ല തുടങ്ങിയ പ്രദേശങ്ങളിൽ വർണ്ണങ്ങൾ വിതറി ആകാശത്ത് കരിമരുന്ന് പ്രയോഗം നടന്നു. രാത്രി 12-ന് ആരംഭിച്ച കരിമരുന്ന് പ്രയോഗം കാണാൻ കുടുംബങ്ങളും കുട്ടികളുമടക്കം ജനക്കൂട്ടം വന്നെത്തിയിരുന്നു. വിവിധ മാളുകളിലും വിനോദ ആഘോഷ പരിപാടികൾ അരങ്ങേറി. പുതുവത്സര തലേന്ന് വൈകുന്നേരം തുടങ്ങിയ ആഘോഷം ദുബായിലെ വിവിധ കേന്ദ്രങ്ങളിൽ പുലരും വരെ നീണ്ടു. ബുർജ് ഖലീഫ, പാം ജുമൈറ, ബുർജ് അൽ അറബ്, ഹത്ത, അൽസീഫ്, ബ്ലൂ വാട്ടേഴ്സ്, ദ ബീച്ച്, ഗ്ലോബൽ വില്ലേജ് എന്നിവിടങ്ങളിലാണ് കരിമരുന്ന് പ്രയോഗവും ഡ്രോൺ ഷോകളും അരങ്ങേറിയത്. പ്രത്യേക ആഘോഷ പരിപാടികൾ അരങ്ങേറിയ സ്ഥലങ്ങൾക്ക് പുറമെ കുടുംബങ്ങളും സൗഹൃദ വൃത്തങ്ങളും മരുഭൂമിയിൽ തമ്പുകെട്ടിയും കാരവൻ ഒരുക്കിയും കൊച്ചു ആഘോഷ ചടങ്ങുകൾ സംഘടിപ്പിച്ചിരുന്നു. ദുബായിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാര ആകർഷണമായ ബുർജ് ഖലീഫയിൽ കരിമരുന്ന് പ്രയോഗം കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയത്. ഡ്രൈവേഴ്സ് കൂട്ടായ്മയായ സേഫ് വേ സാന്ത്വനം പുതുവർഷ കലണ്ടർ പുറത്തിറക്കി. റിയാദിലെ സ്വാദ് ഹോട്ടലിന്റെ പാർട്ടി ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ഹനീഫ കാസർഗോഡ് ആദ്യ കോപ്പി മെമ്പറായ സലാം പാനൂരിന് കൈമാറി. സെക്രട്ടറി അഷ്റഫ് ബാലുശ്ശേരി, റഹീം വയനാട്, സലീം കൂടത്തായി, ജൈസൽ നന്മണ്ട, മുഹമ്മദ് അലി എഗരൂർ, മുജീബ് വയനാട്, അസ്ലം തലശ്ശേരി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക: news@pravasibharati.com അല്ലെങ്കിൽ pravasibharati@gmail.com. സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും UAE ഒമാൻ സമയം രാവിലെ 10:30, സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് സമയം രാവിലെ 9:30, ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക്. നമസ്കാരം.